പറയാൻ വയ്യ. ഞാൻ ഇതുവരെ ആര് പറഞ്ഞത് ഞാൻ കേൾക്കുകയുമില്ല. അവരെല്ലാരും കൂടെ കൂടി ആലോചിച്ച് എന്റെ മോനെ എന്തിനു വന്ന് ചെയ്തത്? നിനക്ക് എന്തിനു പറ്റണ മോനെ? ചില സമയം നമ്മളെ വന്നിങ്ങനെ കെട്ടാ കയറി പിടിക്കും. ഇന്നലെ വന്നിട്ട് പോയി. ഇന്നലെ വന്നു, എന്നെ ഉറങ്ങാൻ താമസിച്ചില്ല. ഞങ്ങൾ മരണകാലം വരെ ഞങ്ങൾ മറക്കൂല. ഞങ്ങൾ മറക്കും, ഞങ്ങൾ മറക്കൂല. അവനില്ല, ആളില്ല. അവൻ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളെല്ലാം ചെയ്യുന്നു. 26 വയസ്സുവരെ വളർത്തിയ പിള്ളേ ഇങ്ങനെ 3 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ. മകൻ മരിച്ചിട്ട് ഇപ്പോൾ 1.5 വർഷമായി. പക്ഷേ ഈ മകൻ മരിച്ചിട്ടില്ല. പകരം അത് കാക്കയുടെ രൂപത്തിൽ വന്ന് ആഹാരം കഴിക്കുന്നു എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. എല്ലാം വിശ്വാസമാണല്ലോ, വിശ്വാസമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെ ആ കാക്കയെ പ്രതീക്ഷിച്ച് അവരിയ്ക്കുകയാണ്. മകൻ കാക്കയായിട്ട് മാറിയ ആ അപൂർവ അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ചോറ് റെഡിയായില്ലേ? ചോറ് കഴിച്ചിട്ട് പോയി. ഒത്തിരി കൂട്ടാനുണ്ടല്ലോ. അവനെ ഇഷ്ടപ്പെട്ട അവനുള്ള ആഹാരം, നമ്മൾ വെക്കുന്ന ആഹാരം അവൻ നമ്മൾ കഴിക്കുന്നത് അവന് അതേപോലെ അവന് വെച്ച് നമ്മൾ കൊടുക്കുന്നു. എന്ന് ഉച്ചക്കുള്ള പരിപാടി ചെയ്തല്ലേ? ഉച്ചക്ക് എവിടെയായാലും ചെയ്തിരിക്കും. നമ്മൾ രാവിലെ ചായ വെക്കും, അത് കഴിഞ്ഞ് കാപ്പി കട്ടൻ ചായ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചക്ക് ഊണ്. നിങ്ങൾക്ക് 1.5 വർഷമായില്ലേ ഇങ്ങനെ മറക്കുന്നതല്ലേ നല്ലതെന്ന്? ഞങ്ങൾ മരണകാലം വരെ ഞങ്ങൾ മറക്കൂല. ഞങ്ങൾ മറക്കും, ഞങ്ങൾ മറക്കൂല, മറക്കാൻ കഴിയൂല. നിങ്ങൾ ആഹാരം കഴിക്കുന്നത് കണ്ടില്ല എങ്കിൽ മോനുള്ള ആഹാരമാണ് ആദ്യം റെഡിയാക്കി വെച്ചേക്കണല്ലേ? അവന് ആദ്യം കൊടുത്തിട്ട് നമ്മൾ കഴിക്കും. അവന് കൊടുത്തിട്ട് കഴിക്കത്തുള്ളൂ ആഹാരം. ഇത് ഞാൻ കഴിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? അവനാണ് ആദ്യം ആഹാരം കൊടുക്കുന്നത്. അവനാണ് ആദ്യം ആഹാരം കൊടുക്കുന്നത്. ഇപ്പൊ അമ്മയുടെ ചിന്തയിൽ വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞായിട്ട് തോന്നുന്നുണ്ടാവോ? കുറഞ്ഞല്ലേ? എന്റെ കൈ ഈ വെള്ളം കുറഞ്ഞു, കൈ കഴിവണ വെള്ളവും കുറഞ്ഞു, ഇത് ശകലം കുറഞ്ഞിട്ടുണ്ട്. കഴിച്ച് വെള്ളവും കുടിച്ചു അല്ലേ? അത് ഇന്നും അമ്മ നോക്കോ? കുറഞ്ഞായിട്ട് നോക്കോ? രാവിലെ ചായ വയ്ക്കുമ്പോഴും അങ്ങനെ. മകൻ ഇങ്ങോട്ട് പോകുന്നതായിട്ട് നെല്ലാട്ടൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഞാൻ ഇവിടെ ഇന്ന് ടീ കാണുമ്പോഴ് പ്രാവിനെ തുറന്നിട്ട് ഇങ്ങനെ കയറിപ്പോയി. ചില സമയം നമ്മളെ വന്നിങ്ങനെ കെട്ടാ കയറി പിടിക്കും. അങ്ങനെ തോന്നും. ചില സമയം ഇവിടെ വന്ന് ഇങ്ങനെ ആക്കുമല്ല. എനിക്ക് അങ്ങനെയൊക്കെ തോന്നും. അടുക്കളയിൽ നിൽക്കണം. ഉണ്ട്. ഇന്നലെ വന്നിട്ട് പോയി. ഇന്നലെ വന്നു, എന്നെ ഉറങ്ങാൻ താമസിച്ചില്ല. അതുപോലെ എന്റെ മൂത്ത മോളും ഇതേപോലെ ഭയങ്കര പ്രായം. ഇന്നലെ വെളുക്കുന്നേരം ഞാൻ ഉറങ്ങിയില്ല. ഇന്നലെ എനിക്ക് കാലിൽ വന്ന് തൊട്ട് നാക്കൊണ്ട് കാലിൻ്റെ വെള്ളയിൽ ഓരോ വിരലിൽ നടക്കുന്നത്. എനിക്കത് ഇന്നലെ ഉറങ്ങിയില്ല. വീണ്ടും എണീച്ച് കുറച്ച് നേരം ഇരുന്ന് വീണ്ടും ഉറങ്ങാൻ രാത്രി 12 മണിക്ക് ഇന്നലെ ഒരു മണിക്കൊക്കെ ഞാൻ കരയായിരുന്നു. 1 മണിക്കൊക്കെ ഞാൻ ഇരുന്നു. ഇന്നലെയാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു. ഇന്നലെ എന്തോ ഒരു വിഷയം, അത് ഒരു എന്താണ് ഇന്നലെ ഒരു ചൊവ്വാഴ്ച ആയതുകൊണ്ട് അവനെല്ലാം വാങ്ങി. അവന് പാൻസ്, ടീഷർട്ട്, ഷൂകളൊക്കെ എല്ലാം ഒരു 5-6 ജോഡിയായി വാങ്ങിച്ചത്. അവൻ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് 3 പ്രാവശ്യം ഡ്രസ്സുകൾ വാങ്ങി. അവൻ ഈ മീൻകച്ചവടത്തിനാണ് പോണത്. അപ്പൊ പോകുമ്പോ ആഴ്ചയിലും അവന് ഇഷ്ടപ്പെട്ട തുണിയുള്ളതായിട്ട് ഒരാഴ്ചയിൽ അവൻ ഡ്രസ്സ് വാങ്ങാൻ. അവൻ എങ്ങനെ ജീവിച്ചിരുന്നു അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം അല്ലേ? അവനില്ല, ആളില്ല. അവൻ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളെല്ലാം ചെയ്യുന്നു. ആശ്വാസം കൂടിയായിരിക്കും. നമുക്ക് അങ്ങനെ ഒരു മുന്നോട്ട് ജീവിക്കാൻ ഒരു ശക്തി കിട്ടും അല്ലേ? സന്തോഷം. നമുക്ക് അവന്റെ പ്രാവിന്റെ കുഞ്ഞിനെ അവൻ എടുത്തു വെച്ചു. പ്രാവിന്റെ കുഞ്ച് അവൻ എവിടെയാണ് കിടക്കുന്നത്. അവന്റെ ഫോൺ അവന് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ വെച്ചേക്കണം. ഫോൺ അവിടെ തന്നെ ഇപ്പോഴും വെച്ചേക്കും. അത് നമ്മൾ എടുത്തിട്ടില്ല. അവൻ ഇവിടെ കിടക്കുന്നല്ലേ? അവൻ ഇവിടെ തന്നെ കിടക്കണം. അവന്റെ തലകിണി ഇത് ഇത്രയും അവന്റെ സൈഡാണ്. ഇവിടെ ഞാനാണ് കിടക്കുന്നത്. അമ്മ ഇവിടെ കിടക്കാറുണ്ടോ? ഇപ്പൊ ഞാൻ ഇവിടെ കിടക്കൂല. എന്റെ മോൻ ഇല്ലാത്തോണ്ട് ഞാൻ കിടക്കില്ല. ഇതാണ് എന്റെ മോൻ. എന്റെ മോൻ കരിക്കകത്തുനിന്ന് എടുത്ത ഫോട്ടോ. ഇതാണ് അമ്മയുടെ പ്രിയപ്പെട്ട മോൻ. ആലോചിച്ച് നോക്ക്, ഇപ്പോഴും അവൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ വാരി കൊടുത്താലേ അവൻ കഴിക്കുള്ളൂ. അവൻ വരും. അവൻ അമ്മ ചാറ് കോരട്ടാന്ന് കേട്ടോ. അവൻ പറയും അമ്മ വാരി തന്നാ കഴിക്കാം. പിന്നെ വാരി കൊടുത്താലേ അവൻ കഴിക്കും. ഇത്രയും വലിയ കുട്ടിയായിട്ട് അമ്മ വാരി കൊടുക്കും അല്ലേ? വാരി കൊടുക്കും. അമ്മയുടെ മോൻ എത്ര വയസ്സുണ്ടായിരുന്നു? അവന് 26 വയസ്സുള്ളപ്പോഴും വാരി കൊടുക്കും. അവന് നമ്മൾ ഇന്നും ഒരു കാപ്പി, രാവിലെ കാപ്പി, ചായ. രാവിലെ ചായ അവന് കട്ടൻ ചായയാണ് ഇഷ്ടം. കട്ടൻ ചായ വയ്ക്കും.
അത് കഴിഞ്ഞ് നമ്മൾ ഇത് വയ്ക്കുമ്പോഴെല്ലാം ഈ കട്ടൻ ചായയും ചായയൊക്കെ വയ്ക്കുമ്പോൾ ചായ കുറയും. പക്ഷെ ആർക്കും വിശ്വാസം വരില്ല. ആ ചായ കുറയും. നമ്മൾ ഈ ഊണ് ചില സമയങ്ങളിൽ ആഹാരമൊക്കെ വയ്ക്കുമ്പോഴും വെള്ളം വയ്ക്കുമ്പോൾ അതും വെള്ളം കുറയും. അപ്പം നമുക്ക് വിശ്വാസം. എൻ്റെ മോൻ അവൻ അവിടെ തന്നെ ഉണ്ട്. അതാണ്ട് ഈ വീട്ടിന്റെ ബാക്കിലാണ് ചെയ്തത്. ഇവിടെ ബാക്കിലിട്ടാണ് കുത്തിയതല്ല. ഞാനിങ്ങനെ പറയും. പറഞ്ഞു അമ്മ പറയാൻ വയ്യ. അവരെല്ലാരും കൂടെ കൂടി ആലോചിച്ച് എന്റെ മോനെ എന്തിനു വന്നു ചെയ്തു. എന്റെ മോൻ ഒരു വഴക്കിന് പോയില്ല, ചണ്ടയ്ക്ക് പോയി. എന്റെ മോൻ ഒരു ഫോൺ വിളിച്ചെന്നും പറഞ്ഞിട്ട് ഫോൺ വിളിച്ച അനിയന്മാരെ വിളിച്ച് വരുത്തിയത് കൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നിനക്ക് എന്തിനു പറ്റണം മോനെ? ഞങ്ങളെ കുടുംബത്തിൽ ഇങ്ങനെ ഒരിതുണ്ടാവും. ഞങ്ങളെ മക്കൾ അങ്ങനെയുള്ള മോനല്ല. മോനും എൻ്റെ മക്കളെല്ലാം എല്ലാ മക്കളും ഒരുപോലെ ഒരു ആണും പെൺപിള്ളേരും ഉണ്ട്, ആൺപിള്ളേരും. അവസാനത്തിന് ഞാൻ വന്നപ്പോ ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോ ചോറ് കൊടുത്തിട്ടാണ് ഞാൻ പോയത്. ആ കണ്ട പോയി. പിന്നെ ഞാൻ തിരിച്ച് ജോലിക്ക് പോയിട്ട് വന്നപ്പോഴുണ്ട് എല്ലാരും കൂടെ എടുത്തോണ്ട് പോണു. എന്റെ മോൻ തോട്ടത്തിലെ ഇല മുഴുവൻ നിങ്ങളാണ് മുറിക്കുന്നത് അല്ലേ? മോന് വേണ്ടി അല്ലേ? മോന് വേണ്ടിട്ട് 1.5 വർഷം കൊണ്ട് മുറിക്കുന്നുണ്ട്. അപ്പൊ എത്ര വർഷം മോൻ മരിച്ചിട്ട് എത്ര നാളായി? 1.5 വർഷമായി. 1.5 വർഷമായി. ഈ 1.5 വർഷമായിട്ട് അവന് വേണ്ടി എന്നും കൊടുക്കും. ഇല വെട്ടി ഉച്ചയ്ക്ക് ചോറും രാവിലെയും കൊടുക്കും. രാവിലെയും കൊടുക്കും. രാവിലെ എന്ത് കൊടുക്കും? രാവിലെ കാപ്പി, ഉച്ചയ്ക്ക് ഊണ്, രാത്രി കാപ്പി. നിങ്ങൾ കഴിക്കുന്നത് എന്താണോ അതും മോനെ വേണ്ടി കൊടുക്കും. മകൻ മരിച്ചിട്ടില്ലെന്ന് തന്നെ വിശ്വസിക്കും അല്ലേ? ഇപ്പോഴും ഉണ്ട്. നമ്മള് കൂടെ ആളില്ലെന്നേ ഉള്ളു. എല്ലാവരും ചെയ്യുന്നത് എല്ലാം അന്നൂടെ എല്ലാം ചെയ്തു. എന്നൊന്ന് എന്ത് ചെയ്താലും അതുപോലെ ചെയ്യും. നമ്മള് കഴിക്കുന്നത് അവനും കൊടുത്തിട്ട് കഴിക്കും. എന്ത് സംഭവം തോന്നിച്ചാ അവൻ എന്താ ഇങ്ങനെ പറ്റിയേ? മോൻ എന്താ പറ്റിയത് ഒന്ന് ചുരുക്കി പറ. അവന് സംഭവിച്ചത് അവൻ ഈ നാട്ടിലത്തെ ഒരു കുഞ്ഞുവാവയാണ്. എല്ലാവരും ചെല്ലപ്പിള്ളയാണ്. അവൻ അങ്ങനെ ഒരു അനാശമായിട്ടൊന്നും പോകുന്ന ഒരു വ്യക്തിയല്ല. ഒരു മിണ്ടാപ്രാണി. ജനങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്. അവരെന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇത് നമുക്ക് തന്നെ ഒരു അതിശയം. ഇങ്ങനെ എന്ത് സംഭവിച്ചു? അവർക്ക് ആള് മാറിപ്പോയെന്ന് പറയുന്നു. ആള് മാറി ചെയ്തെന്നാണ് അവര് പറയുന്നത്. നമുക്കൊന്നും തോന്നില്ല എന്താണ് ഇതിന്റെ പറ്റി. ഇതിനുള്ള ഇത് വീട്ടിൽ വന്നാണ് ചെയ്തത്. ഇങ്ങനെ നമ്മൾ 5 ആണുങ്ങൾ വീട്ടിനകത്ത് ഇരിക്കുമ്പോ പുറത്ത് ഇങ്ങനെ സംഭവിക്കുമ്പോ നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ ഇവരെല്ലാം പോയ ശേഷം ഓടി പോകുന്ന കണ്ട അങ്ങോട്ടും ഓടി പോകുന്നത് കണ്ട ഒരാള് വന്ന് റോഡിൽ നിന്ന് പറഞ്ഞാണ് നമ്മൾ അറിയണത്. ഇവന്മാര് വേറെ ആളെ തപ്പി വന്നതാണോ? വേറെ എന്റെ കൂടെ പയ്യ ഉണ്ടായിരുന്നു. അവനെ തപ്പി വന്നതാണ്. എന്നിട്ട് ഇവനെങ്ങനെ ഇരിക്കുന്ന കണ്ടോണ്ട് അവരങ്ങ് മറ്റേ പയ്യന് ഇത് ഒരു രൂപക്കായിരിക്കും. ഇവര് 2 പയ്യന്മാരാണുള്ള എന്താ പ്രശ്നം അവര് നടന്നു പറഞ്ഞു. അവര് എന്റെ മോനെ എന്റെ മോനെ ഇങ്ങനെ റോട്ടിൽ ഇരിക്കായിരുന്നു. പ്രാവിനെ തീറ്റി കൊടുത്തോണ്ടിരിക്കായിരുന്നു. അപ്പൊ അവനെ നോക്കി വന്നപ്പോ അവൻ കണ്ടില്ല. അവന്മാരെ കാണാത്തോണ്ട് എവനെ ഇരിക്കണ പേരിൽ അവനെ വന്ന് എന്താ ചെയ്ത് കുത്തിക്കൊന്നു? എന്താ ചെയ്ത് അച്ഛനോട് ചോദിക്കേണ്ട ഒരു ചെയ്തെന്ന് ക്യാമറയിലുണ്ട്. നമ്മളൊന്നും കണ്ടില്ല. അത് കാണാൻ നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് കാണാൻ പറ്റൂല. വീട്ടിൽ വെച്ച് കിടക്കുന്നത് മാത്രം കണ്ട് ഇങ്ങനെ ചെന്ന് ഭാര്യ എടുത്ത് കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി. ഇപ്പോഴും ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. മെഡിക്കൽ കളയിലെത്തുമ്പോ അവരിങ്ങനെ കാർ കൊണ്ടിട്ടിട്ട് തക്കനെ ഇറങ്ങി വന്നവരിങ്ങനെ ചെയ്യണം. അവൻ കണ്ടില്ല. അടുത്ത് വന്ന അടിച്ചപ്പോഴാണ് അവൻ കാണുന്നത്. അപ്പൊ ഈ പ്രാവ് കൊണ്ട് തീറ്റി കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് പ്രാവിന് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു? നമ്മൾ വീട്ടിനകത്ത് ഇരിക്കായിരുന്നു. ഇവിടെ ഈ സംഭവം നടക്കാൻ അറിഞ്ഞതില്ല. മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ കിടന്നപ്പോ ഞാൻ വന്ന് എടുത്തപ്പോ വിളി സൗണ്ട് വേദനയ്ക്കെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എടുക്കാൻ പറ്റിയില്ല. അങ്ങ് വെച്ചു. ആ ചോര പൊടിയുന്നുണ്ടായിരുന്നോ? ചോര തലയിൽ കൂടെ ഇങ്ങനെ ചോര ഇങ്ങനെ വന്നായിരുന്നു. ഇവിടെ കിടക്കുമായിരുന്നോ? ഇവിടെ ഇങ്ങനെ കിടക്കായിരുന്നു. കിടന്നിങ്ങനെ ചുരുണ്ട് കുളയിൽ കിടക്കായിരുന്നു. ഞാൻ ഓടി വന്ന മക്കളെ എന്തിനും പണ്ട് ഓടി എടുത്തപ്പോ വേദനിക്കുന്നു. അപ്പം ഈ എടുക്കാൻ വേദനിക്കുക. അപ്പം ഞാൻ തിരിച്ചങ്ങ് വെച്ചു. വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് തക്കന അവിടെ പോയി ഓടിപ്പോയി ഇത്തിരി പൈസ മാറ്റിട്ട് ഞാൻ വന്നപ്പോൾ പിള്ളേരെടുത്ത് വണ്ടി കയറ്റി കൊണ്ടുപോയി. ഞാൻ ബാക്കിൽ നിന്നാണ് പോയത്. അവസാനമായിട്ട് അച്ഛനോട് ഒന്നും നോക്കുവോ ഒന്നും പറയുമോ? കാണാൻ എനിക്ക് പറ്റില്ല. ഞാൻ മെഡിക്കൽ കളയിൽ ഇരുന്നപ്പോൾ അവിടെ ആളില്ല, എത്തിയില്ല. അവിടെ എനിക്ക് എല്ലാ സീനിൽ നിന്നാണ് അവിടെ നിന്ന് ആദ്യം കൊണ്ട് അവൻ തന്നെ പറഞ്ഞത്. പെട്ടെന്ന് ഏതെങ്കിലും അവൻ തന്നെ പറഞ്ഞു ആശുപത്രി എവിടെയെങ്കിലും. ബോധമുണ്ട്, അവന് ബോധമുണ്ടായിരുന്നു. മെഡിക്കൽ കളയിലെത്തിയപ്പോൾ പോയി. അതോടെ നിങ്ങളുടെ ജീവിതം ഇരട്ടായി അല്ലേ? നമ്മുടെ ജീവിതം പോയി. നമ്മളിനി ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു എന്തൊരു ജീവിതം. എൻ്റെ മോൻ 26 വയസ്സുവരെ വളർത്തിയ പിള്ളേ ഇങ്ങനെ 3 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ
ഇവന്മാരെ അതിൻ്റെ 3 മിനിറ്റ് കൊണ്ട് കണ്ണടപ്പിച്ച് വന്ന അവന്മാരുടെ അച്ഛൻ എന്തോ പറയാനുള്ളത്? അവന്മാരൊക്കെ നശിച്ച് നാരണക്കല്ലാവട്ടെ അല്ലേ ചാ? നശിക്കലല്ല, അവനെ തൂക്കി കൊന്നിരിക്കും, തൂക്കി കൊല്ലണം അവന്. അല്ല അവിടെ കിടന്ന് നരയിച്ച് അവനൊക്കെ പ്രേതം ഇനി കൊണ്ടുവരുള്ളൂ. അതുവരെ ആ ജയിലിൽ കിടക്കും എന്ന് വിശ്വസിക്കുന്നു. അത്ര അത് അവിടെ കിടക്കണം അവന്. നമുക്ക് ഇറങ്ങിയാൽ നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല.